നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. നിയമം മറന്ന ലോ അക്കാദമി. ഭൂമി വിവാദത്തിന് പിന്നാലെ തിരുവനന്തപുരം ലോ അക്കാദമി ലോ കോളേജ് കള്ളപ്പണം വെളുപ്പിച്ചെന്ന പരാതി. വിദ്യാർത്ഥികളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന വ്യാജേന 2 അക്കൗണ്ടുകളിലായി സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചത് 2.25 കോടി രൂപ. ആദായ നികുതി വകുപ്പിന് ലഭിച്ച പരാതിയിൽ പണം പിരിച്ചത് കോളേജിന്റെ സുവർണ ജൂബിലി വാർഷികത്തിനെന്ന് മാനേജ്മെന്റ്. അതേസമയം ഭൂമി കൈയേറ്റത്തിൽ റവന്യൂ വകുപ്പ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ നടപടിയെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചോ എന്നതിലും അന്വേഷണം. നടപടി അക്കാദമി ഭൂമി തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെട്ട് VS നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ. ലോ കോളേജിനായി സർക്കാർ ഭൂമി പാട്ടത്തിന് നൽകിയത് ഇടതുപക്ഷവും പതിച്ചു നൽകിയത് UDF സർക്കാരുമെന്ന് റവന്യൂ രേഖകൾ. കൈമാറ്റം അക്കാദമിക് പ്രവർത്തനങ്ങൾക്കല്ലാതെ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഭൂമി ഉപയോഗിച്ചാൽ തിരിച്ചുപിടിക്കാമെന്ന വ്യവസ്ഥയോടെ. ഭൂമി വിനിയോഗത്തിൽ ക്രമക്കേട് കണ്ടെത്തിയാൽ പിഴ ചുമത്താനും തിരിച്ചുപിടിക്കാനും സർക്കാരിന് അവകാശമുണ്ടെന്നും ഇ ചന്ദ്രശേഖരൻ. സമരം പൊളിക്കാൻ അനുമതിയില്ല. ലോ അക്കാദമിയിലെ വിദ്യാർത്ഥി സമരത്തിൽ പ്രിൻസിപ്പൽ ലക്ഷ്മി നായർക്ക് തിരിച്ചടി. സമരപന്തൽ പൊളിച്ചു നീക്കണമെന്ന ഹർജിയിൽ ഇടപെടില്ലെന്ന് ഹൈക്കോടതി. കോളേജിൽ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ നിർദ്ദേശം. വിദ്യാർത്ഥി സംഘടനകളുടെ സമരപന്തൽ പൊളിച്ചു നീക്കാൻ അനുമതി ആവശ്യപ്പെട്ട ലക്ഷ്മി നായർ കോടതിയെ സമീപിച്ചത് ഇന്നലെ. അതിനിടെ ലക്ഷ്മി നായരെ പ്രിൻസിപ്പൽ സ്ഥാനത്തു നിന്ന് മാറ്റാമെന്ന് മാനേജ്മെന്റ് ഉറപ്പു നൽകിയതായി SFI. ഇതു സംബന്ധിച്ച വിശദീകരണത്തിനായി അക്കാദമി മാനേജ്മെന്റ് അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും. നിയമന കാര്യത്തിൽ അന്വേഷണം. സർക്കാർ സ്ഥാപനമായ അനർട്ടിലെ ഡയറക്ടർ നിയമനത്തിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ വിജിലൻസ് അന്വേഷണം. കോവളം MLA M. വിൻസെന്റ് നൽകിയ പരാതിയിൽ ത്വരിത പരിശോധനയ്ക്ക് ഉത്തരവിട്ടത് തിരുവനന്തപുരം വിജിലൻസ് കോടതി. സാമ്പത്തിക ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന വ്യക്തിയെ അനർട്ട് ഡയറക്ടറായി നിയമിച്ചത് പ്രത്യേക താൽപര്യപ്രകാരമെന്ന ആരോപണം. നിയമനത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ആവശ്യം. നേട്ടങ്ങൾ നിരത്തി രാഷ്ട്രപതി. കേന്ദ്ര സർക്കാരിന്റെ കള്ളപ്പണവേട്ടയെയും ക്യാഷ്ലെസ് എക്കോണമി നയത്തെയും പുകഴ്ത്തി രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം. അഴിമതിക്കും കള്ളപ്പണത്തിനുമെതിരായ നീക്കം പ്രശംസനീയം. രാജ്യം കറൻസി രഹിത സമ്പദ് വ്യവസ്ഥയുടെ പാതയിലെന്നും പ്രണബ് മുഖർജി. സർക്കാർ നയം എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം. വിവിധ ക്ഷേമ പദ്ധതികൾ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ വലിയ മാറ്റമുണ്ടാക്കി. എല്ലാവർക്കും വീട്, ശുചിമുറികൾ, ആരോഗ്യ സുരക്ഷ എന്നിവ ഉറപ്പുവരുത്തും. സർക്കാരിന്റെ നയങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കാനെന്നും രാഷ്ട്രപതി. രാജ്യത്ത് ബാങ്കിംഗ് ഇടപാടുകൾ സാധാരണക്കാരിലേക്ക് എത്തി. 2 ലക്ഷം കോടി രൂപ പ്രധാനമന്ത്രി മുദ്രാ യോജനയിലൂടെ വായ്പയായി നൽകി. 26 കോടി ജൻധൻ അക്കൗണ്ടുകളും 20 കോടി റുപ്പേ ഡെബിറ്റ് കാർഡ് അക്കൗണ്ടുകളും തുടങ്ങി. കർഷകരുടെയും കച്ചവടക്കാരുടെയും വളർച്ചയ്ക്കൊപ്പം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപര്യങ്ങളും സംരക്ഷിക്കുമെന്ന് പ്രണബ് മുഖർജി. നാളെ പൊതു ബഡ്ജറ്റ് നടക്കാനിരിക്കെ രാജ്യത്തിന്റെ ധനസ്ഥിതി വിവരങ്ങളടങ്ങിയ സാമ്പത്തിക സർവേയും നോട്ട് അസാധുവാക്കൽ വിജ്ഞാപനവും സമർപ്പിച്ച ശേഷം ഇരുസഭകളും ഇന്നത്തേക്ക് പിരിയും. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഫലപ്രദമായ ചർച്ചകൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2750 രൂപ, പവൻ 22,000 രൂപ, വെള്ളി ഗ്രാമിന് 50 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകൾ ഇനി വൈകിട്ട് 5:30. നമസ്കാരം.